നമസ്കാരം. അല്ലു ഫാമിലി അമ്മയും മക്കളും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ലളിതമായ രീതിയിൽ നല്ല ആരോഗ്യമുള്ള തൈകൾ എങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും ആളെന്ന ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകരുത്. നമ്മൾ പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ആരോഗ്യമുള്ള തൈകൾ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള പച്ചക്കറി കൃഷി ചെയ്യാനാവൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനകത്ത് ഇതേപോലൊരു ട്രേയിൽ ചകിരിച്ചോറ്, കമ്പോസ്റ്റും വേപ്പിൻ പിണ്ണാക്ക് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതാണിത്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് മതി. അതിനുശേഷം നമുക്ക് ഇതേപോലെ ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചാണകപ്പൊടിയാണ്, നന്നായിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇത് കട്ടയായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത്രയും ഒരു കട്ടയായിട്ട് ഇരുന്ന് നമുക്ക് നിറയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കട്ടകളൊക്കെ ഒന്ന് പൊടിച്ച് എടുത്തതിന് ശേഷം വേണം നമ്മൾ അതുമായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഡിസ്പോസബിൾ ഗ്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിനകത്താണ് നമ്മൾ ഈ ഒരു വളക്കൂട്ടൊക്കെ നിറച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ഇത് ചായ ഗ്ലാസ് ആണ്, പേപ്പർ ഗ്ലാസ്. അപ്പോൾ അതിനകത്തേക്ക് ഓരോന്ന് വീതം നമുക്ക് നിറച്ച് റെഡിയാക്കി എടുക്കാം. ചകിരിച്ചോറ് കമ്പോസ്റ്റും ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് പൊടിയും കൂടിയാണ് ഞാൻ ഈ നിറയ്ക്കുന്നത്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് കട്ടയായിട്ടും വാങ്ങിക്കാനായിട്ട് കിട്ടും, പക്ഷേ ഏറ്റവും നല്ലത് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി വാങ്ങിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല തരി തരിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. നമുക്ക് ഇതേപോലെ ചകിരിച്ചോറുമായിട്ട് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പവുമായിരിക്കും. എപ്പോഴും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചകിരിച്ചോറ് കമ്പോസ്റ്റ് വേണം നമ്മൾ ഇങ്ങനെ ഈ ഒരു വിത്തൊക്കെ മുളപ്പിക്കാനായിട്ട് വാങ്ങിക്കേണ്ടത്. അല്ലാതെ ചകിരിച്ചോറ് വാങ്ങിക്കാനായിട്ടും കട്ട രൂപത്തിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും, പക്ഷെ അതല്ല, കമ്പോസ്റ്റ് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതാ ഇത് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ഗ്ലാസ്സാണ്, ചായ ഗ്ലാസ്സിൽ വലിയ ഗ്ലാസ്സാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ചതുരപ്പയറിൻ്റെ വിത്ത് നടാനായിട്ട് ആണ് ഈ ഒരു ഗ്ലാസ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ചതുരപ്പയർ എന്ന് പറയുമ്പോൾ കുറച്ചധികം ഒന്ന് വേരിറങ്ങുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വലിയ ഗ്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചതുരപ്പയർ വാളരിങ്ങയൊക്കെ നടാനായിട്ട് വിത്ത് മുളപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഒരു വലിയ ഗ്ലാസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ നിറച്ച ഗ്ലാസ്സിലേക്ക് ചതുരപ്പയർ വിത്ത് ഇട്ട് കൊടുക്കാം. ഇതാണ് ചതുരപ്പയറിൻ്റെ വിത്ത്. ഇതിപ്പോൾ നേരിട്ട് തന്നെ ഇടുകയാണ്, സൂഡോമോണസിലോ വെള്ളത്തിലോ ഒന്നും ഇട്ടില്ല. നേരിട്ട് തന്നെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെള്ളത്തിൽ മുക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കണ്ണിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാനും പറ്റും. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കണ്ണിട്ട് എടുത്താൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് അത് കുറച്ച് നന്നായി ഇഷ്ടവും തോന്നും. ഇതിപ്പോൾ ഞാൻ കുക്കുംബറിൻ്റെ വിത്താണ്. ഇത് സൂഡോമോണസ് ലായനിയിൽ ഇട്ട് വച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നേരെ അത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നും ഗ്ലാസ്സിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നല്ല, ഒരു ഗ്ലാസ്സിനകത്ത് 2 വിത്ത് എന്ന രീതിയിൽ വേണം വിത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതേപോലുള്ള ചെറിയ വിത്തുകളെല്ലാം നമ്മൾ 2 എണ്ണം വീതം വേണം പാകാനായിട്ട്. ഒരു ഗ്ലാസ്സിനകത്ത് 2 വിത്ത് എന്ന കണക്കിൽ വേണം ഇട്ട് കൊടുക്കാൻ. അതേസമയം വലിയ വിത്തുകൾ നേരത്തെ പോലെ വാളരിങ്ങ, ചതുരപ്പയർ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഓരോന്ന് വീതം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇതേപോലെ നല്ലതുപോലെ വെള്ളം തളിച്ചു കൊടുക്കണം. രാവിലെയും വൈകുന്നേരവും നല്ലതുപോലെ വെള്ളം തളിച്ചു കൊടുക്കണം. കഴിവതും ഗ്ലാസ്സിന് പുറത്ത് വീഴാതെ രീതിയിൽ അകത്ത് മാത്രം തളിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഗ്ലാസ് പേപ്പർ ആയതുകൊണ്ട് കുതിർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നാലും പെട്ടെന്നൊന്നും ഈ ഗ്ലാസ് കുതിർന്ന് പോവില്ല, എന്നാലും നമ്മൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും.
അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ 4 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഇപ്പോൾ ദാ കുക്കുംബറൊക്കെ നന്നായിട്ട് മുള പൊട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ചിലതിലൊക്കെ മുള പൊട്ടിയതേ ഉള്ളൂ, ചിലതൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ 2 വിത്ത് ഇട്ടതിൽ 2 ഒക്കെ മുളച്ചിട്ടുണ്ട്. എന്നാലും ഇതിൽ ഏതെങ്കിലും ഒന്നേ നല്ല കരുത്തോടു കൂടി വരികയുള്ളൂ. ചിലതിലൊക്കെ 2ഉം നല്ല കരുത്തോടെ വരാറുണ്ട്. പക്ഷേ കൂടുതലും ഏതെങ്കിലും ഒരു തൈ മാത്രമേ നല്ല കരുത്തോടു കൂടി വളർന്നു വരാറുള്ളൂ. കണ്ടില്ലേ, നമ്മൾ കുക്കുംബറൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോൾ 14 ദിവസമായ നമ്മുടെ കുക്കുംബറാണ്. നമ്മൾ മാറ്റി നടാനായിട്ട് തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം നല്ല കരുത്തോടുകൂടി തന്നെ വളർന്നിട്ടുണ്ട്. ഒരു കേടുപാട് ഒന്നും വന്നിട്ടില്ല. ഇലകൾക്ക് നല്ല കരുത്തോടെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാറ്റി നടാനായിട്ട് പരുവായിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇളക്കി നേരെ അങ്ങ് കുഴിയെടുത്ത് വെച്ചാൽ മതി. എല്ലാം നല്ല കരുത്തുള്ള തൈകൾ തന്നെയാണ്. ഇനി ഇത് മാറ്റി നടുമ്പോൾ പെട്ടെന്നുള്ള ഒരു വളർച്ചയാണ് കുക്കുംബറിന് ഉണ്ടാവുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ച് നോക്കണം. എല്ലാ തൈകളും നമുക്ക് ഈ ഒരു രീതിയിൽ മുളപ്പിച്ച് മാറ്റി നടാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് നമ്മളെ ചതുരപ്പയറിനെ നോക്കാം. ചതുരപ്പയറിന് കുക്കുംബറിനേക്കാളും കുറച്ച് കാലതാമസം എടുക്കും ഇതിൻ്റെ തൈകളൊക്കെ ഒന്ന് ശരിയായി വരാനായിട്ട്. ഇതിപ്പോൾ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോ ആണ്. പക്ഷെ ഇതിൽ ഇത്ര ഇല വന്നിട്ടുണ്ട്. എന്നാലും ചിലതൊക്കെ മുള പൊട്ടിയതേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ, മുള പൊട്ടി തുടങ്ങിയതേ ഉള്ളൂ. കുറച്ച് കട്ടിയുള്ള വിത്തായതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. എന്നാലും അതേപോലെ തന്നെ നമുക്ക് നല്ല കരുത്തുള്ള തൈകൾ തന്നെ ഇതിൽ നിന്നും കിട്ടും. ഇപ്പോൾ ഉള്ള തൈകൾ തന്നെ നല്ല ആരോഗ്യമുള്ള നല്ല തൈകളാണ് ചതുരപ്പയറിൻ്റെ തൈകൾ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇപ്പോൾ വലുതായതെല്ലാം നമുക്ക് മാറ്റി നടാൻ സമയമായി. അപ്പോൾ ഇനി കുഴിയെടുത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റി നടാം. നല്ല രീതിയിലുള്ള വിളവും ചതുരപ്പയറിൽ നിന്ന് ഉണ്ടാവും. നമ്മളെ കുക്കുംബറിനൊക്കെ ഇപ്പോഴും നമ്മൾ വലുതായതിനു ശേഷം ഈ ഒരു രീതിയിൽ തന്നെയാണ് വെള്ളം ഒഴിക്കുന്നത്. ഇനി മാറ്റി നട്ടതിന് ശേഷം നമുക്ക് ആ ഒരു രീതിയൊക്കെ മാറ്റാം. പക്ഷേ വെള്ളം ഒഴിക്കാനായിട്ട് എപ്പോഴും എളുപ്പം ഈ ഒരു രീതിയിൽ ഈ ബോട്ടിൽ ഹോളിട്ടെടുത്ത് വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നമുക്ക് നല്ലത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഐഡിയ ഒന്ന് ചെയ്ത് നോക്കണം. നമ്മൾ വെള്ളം കുടിച്ചിട്ട് കളയുന്ന ഗ്ലാസ് ഇനി വെറുതെ കളയരുത്. ഇതേപോലെ നമുക്ക് ആരോഗ്യമുള്ള പച്ചക്കറി തൈകൾ അതിൽ നട്ട് ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.